കണ്ണൂരിലും പി ദിവ്യയെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ അനുഭവിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമെന്നും പിണറായി നിലപാട് വ്യക്തമാക്കി. CPM ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ADM നവീൻ ബാബുവിന്റെ യാത്രയറിയിപ്പ് ചടങ്ങിൽ പി ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമെന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ദിവ്യയെ വിമർശിച്ചെങ്കിലും പൂർണ്ണമായും കൈവിടാതെയാണ് പിണറായി പ്രതികരിച്ചത്. തളിപ്പറമ്പിൽ നടക്കുന്ന CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലും പൊതുചർച്ചയിലും ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് ചുവട് പിടിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. രാമായണത്തിലെ വരികൾ പാടിയായിരുന്നു ദിവ്യക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് ദിവ്യയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. എന്നാൽ ദിവ്യയെ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിയതുമില്ല. ദിവ്യ ഒരു ദിവസം കൊണ്ട് ഉണ്ടായ നേതാവല്ല, ദീർഘകാലത്തെ അനുഭവത്തിലൂടെയാണ് നേതാവ് ഉണ്ടാവുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി ഒരാളെയും അവസാനിപ്പിക്കാനല്ല സംഘടനാ നടപടിയെന്ന് വ്യക്തമാക്കി. ആ സഖാവിന് ഇനിയും അവസരമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരായ സംഘടനാ നടപടിയെ എതിർത്തും അനുകൂലിച്ചും സമ്മേളനത്തിൽ ചർച്ച ഉയർന്നു വന്നിരുന്നു. ദിവ്യക്കെതിരായ നടപടി മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചാണെന്ന വിമർശനമാണ് ഉയർന്നത്. ദിവ്യക്കെതിരായ നടപടി മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശനമുന്നയിച്ചിരുന്നു. തലശ്ശേരി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജില്ലാ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. പി ദിവ്യയുടെ നടപടിയെയും ഒരു വിഭാഗം പ്രതിനിധികൾ വിമർശിച്ചു. ദിവ്യ ചെയ്തത് ശരിയായില്ലെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നിരുന്നു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നേരത്തെ P ജയരാജനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. മനു തോമസിനെതിരെ P ജയരാജൻ നടത്തിയ പ്രതികരണമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞ മനു തോമസിനെതിരെ നടത്തിയ പ്രതികരണം തെറ്റായിരുന്നു. മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട രീതിയിലായിരുന്നില്ല പ്രതികരണമെന്നായിരുന്നു വിമർശനം. പയ്യന്നൂരിൽ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലും CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനം ഉയർന്നത്. പയ്യന്നൂരിൽ വിഭാഗീയത അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഏരിയ സമ്മേളനത്തിലും വിഭാഗീയത ഉണ്ടായിരുന്നുവെന്നാണ് പൊതുചർച്ചയിൽ പങ്കെടുത്ത പിണറായി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളുടെ വിമർശനം. അതിനിടെ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരായ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി MV ജയരാജൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും ജയരാജൻ പറഞ്ഞു. വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമാണ് പറഞ്ഞത്. ADMന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണെന്ന ആരോപണത്തിൽ കേസുണ്ട്. കേസ് പോലീസ് അന്വേഷിക്കുകയാണ്. ഒരു വാചകം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുന്നു, MV ജയരാജൻ പറഞ്ഞു. ADMന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശം എന്നത് സത്യമാണ് എന്നായിരുന്നു ജയരാജൻ നേരത്തെ പറഞ്ഞത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പരാമർശം തന്നെയാണെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുകയായിരുന്നു. അതാണ് വിവാദമായത്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ജയരാജൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്.